നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിഫ്റ്റി 50-യിലെ ഓരോ സെക്ടറിലെയും വലിയ സ്റ്റോക്കുകൾ എടുക്കുക, അത്യാവശ്യം ലാർജ് ക്യാപ് കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനികൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെയിലി ടൈം ഫ്രെയിം ഇട്ടു, ഇത് ഡെയിലി തന്നെ സെറ്റ് ചെയ്യുക, ഡെയിലി ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് തന്നെ ഓപ്പൺ ആക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്യുക. സിമ്പിൾ സെറ്റപ്പ് ആണ്. അതിനുശേഷം നമുക്ക് ഇവിടെ സെഗ്മെന്റ്, അതായത് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ള സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോർഷൻ കിട്ടും. അപ്പൊ അത് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ട്രെൻഡ് ലൈൻസ് ഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പോയിന്റ്, അതുപോലെ തന്നെ ഇത് കുറച്ച് പോയിന്റുകളാണ്, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്യുന്നു. ഇത് കണ്ടോ, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇത് രണ്ടാമത്തെ ട്രെൻഡ് ലൈൻ, ഇത് കട്ട് ചെയ്തിട്ടാണ് പിന്നെയുള്ള റാലി കിട്ടിയത്. ചുമ്മാ ഇങ്ങനെ വരച്ചു വെക്കാം റഫായിട്ട്. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്കുള്ള റാലി കിട്ടിയത്. അപ്പൊ നമ്മൾ 2009 തൊട്ടുള്ള ഡേറ്റയാണ് എടുക്കുന്നത്. കണ്ടോ, നമ്മളിവിടെ വരച്ചു, പക്ഷെ ഇത് പുറത്തിറങ്ങി പിന്നെയും താഴോട്ട് വന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടെ മാറ്റി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് മാറ്റി നമ്മൾ ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് അത് ഡ്രോ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് ജസ്റ്റ് വലിയ രീതിയിൽ ഡ്രോ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ എന്താണ്, ആ റേഞ്ചിന് പുറത്ത് കിടക്കാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് അത് കിടന്നോ? ആ റേഞ്ചിന് പുറത്ത് കിടക്കാൻ നോക്കി കിടന്നോ? ഇല്ല, കുറച്ച് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി വീണ്ടും താഴോട്ട് പോന്നു. അപ്പൊ നമുക്ക് വീണ്ടും അതിവിടെ നമുക്ക് റേഞ്ച് പിന്നെ കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റും കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രോ ചെയ്യാം, ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്യാം. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പിന്നെ ഇത് മുകളിലേക്ക് പോയി, പിന്നെ നമുക്ക് വീണ്ടും കുറച്ചൊക്കെ മുകളിലേക്ക് പോയി പിന്നെ താഴോട്ട് പോകുന്നു. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേഞ്ച് ഡ്രോ ചെയ്യാം. ഇവിടെ കൃത്യമായിട്ടൊരു മുകളിലേക്ക് പോയി. അപ്പൊ എല്ലാ തവണയും നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കിട്ടത്തില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ് ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുകളിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് പോകുന്നു. വീണ്ടും ഈ ഒരു പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വരകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. അപ്പം നമുക്ക് ചെറിയൊരു ഐഡിയ, ഇങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ഒരു സിമ്പിൾ ഒരു ഐഡിയ. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയത്. ഇവിടെ ഇത് ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ 2 പോയിന്റ് കിട്ടി, ഇവിടെ ഒരു 3 പോയിന്റ് കിട്ടി. അപ്പൊ 1-2 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഡ്രോ ചെയ്യാം. ഈ 2 പോയിന്റുകൾ വെച്ച് ആ ഒരു 2 ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാം. അത് ബ്രേക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ സക്സസ് ആകാം, സക്സസ് ആകാതിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള ലൈൻസ് നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പൊ അത് സക്സസ് ആയിട്ടില്ല, അവിടെ നമുക്ക് അടുത്തത് ഡ്രോ ചെയ്യാം. ഈ ഒരു പോയിന്റുകൾ തമ്മിൽ ഡ്രോ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസോൾട്ടേഷൻ, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് എടുത്താണ് വന്നത്. അത് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, അതിനുശേഷം മുകളിലേക്കുള്ള റാലി തന്നു. വീണ്ടും ഈ ഒരു പോയിന്റുകൾ തമ്മിൽ ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് പോയി. നമുക്കിങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡ്രോ ചെയ്ത് നോക്കുക. കേട്ടോ, ഈ പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു. ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലി വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഒരുപക്ഷെ നമുക്ക് നമ്മൾ വരച്ചേനെ, ഇതുണ്ടോ, ഇവിടെ നമ്മൾ വരച്ചേനെ, പക്ഷെ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ട് തിരിച്ചാണ് വന്നത്. അപ്പം മനസ്സിലാക്കുക, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതിന്റെ റിസൾട്ട് കിട്ടും. നമ്മൾ അത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് ഇട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിന്റെ സെറ്റപ്പ്. വളരെ സിമ്പിൾ സെറ്റപ്പ് ആണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ സെറ്റപ്പ് ആണ്. നമുക്ക് ചില സ്റ്റോക്കുകളിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കൂടുതലായിട്ട് എടുക്കുക. ഇതുണ്ടോ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ് ട്രെൻഡിൽ പോവുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ആ പുൾ ബാക്ക് കട്ട് ചെയ്തു, വീണ്ടും റാലി വന്നു, പുൾ ബാക്ക് കട്ട് ചെയ്തു, വീണ്ടും റാലി വന്നു. വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഒരുപാട് പോയിന്റ്സ് നമുക്ക് കിട്ടും. ഈ 2 പോയിന്റ്സ്, ഈ പോയിന്റും ഈ ഒരു ഹൈയും, ഈ രണ്ടും തമ്മിൽ കട്ട് ചെയ്ത് വരച്ചു. കണ്ടോ, ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നമുക്കിത് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റും തമ്മിൽ ഡ്രോ ചെയ്യാതിരിക്കുക. നമ്മൾ തിരിച്ച് താഴോട്ട് വരുന്ന ആ പുൾ ബാക്കിലാണ് അത് ഡ്രോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് തമ്മിൽ നമ്മൾ ഡ്രോ ചെയ്യാം. നമുക്ക് ഡ്രോ ചെയ്യാം. നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചാണ് പോകുന്നത്, നോ പ്രോബ്ലം. നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവും. നമുക്ക് ഡ്രോ ചെയ്യാം.
സിമ്പിൾ ആയിട്ട് ഡ്രോ ചെയ്യാം. പുറത്തിറങ്ങിയിട്ടുണ്ട്, വീണ്ടും താഴോട്ട് വന്നിട്ട് മേളിലേക്ക് പോയി ഡ്രോ ചെയ്യാം. ഇവിടെ ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇവിടെ ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ലൈൻ നീട്ടി വരയ്ക്കാം. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ആ ഒരു ലൈൻ അപ്രോക്സിമേറ്റ് ഇവിടെ ഈ ഒരു റേഞ്ചിലൊക്കെയാണ്. അപ്പം ഏതാണേലും മനസ്സിലാക്കുക, അവിടെ നിന്നും വീണ്ടും അപ്സൈഡ് മൂവ്മെന്റും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് റിസ്ക് റിവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് ഈ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം ആശയം മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് അതിന് ബ്രേക്ക് ഔട്ട് തന്ന അതിന്റെ മുകളിൽ ഒരു ക്ലോസിംഗ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ എൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയോ? റിട്ടേൺ കിട്ടി എന്ന് പറയാം. പക്ഷേ നമ്മൾ അപ്രോക്സിമേറ്റ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ SL ഇടും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഷ്ടി നമ്മുടെ SL ഹിറ്റ് ആയിട്ടാണ് ഇത് മുകളിലേക്ക് പോയെന്ന് പറയാം. അപ്പൊ ചിലവർ ചിലപ്പോൾ ഈ പോയിന്റുകൾ തമ്മിലായിരിക്കും കൂട്ടി വരച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരച്ച് ഈ ഒരു ക്യാൻഡിലാണ് ഇതിന് ബ്രേക്ക് ഔട്ട് തന്ന ഈ ഒരു റേഞ്ചിന്. അങ്ങനെയുള്ളവർക്ക് അടിപൊളി റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് റിസ്ക് എത്രയാണ്? വളരെ ചെറിയൊരു റിസ്ക് ആണ് വരുന്നത്. ഇത്രയും ചെറിയ റിസ്ക് ആണ് വരുന്നത്, പക്ഷേ റിവാർഡ് വളരെ വലുതാണ്. അപ്പൊ ഇത്രയും വലിയ റിവാർഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യോ? ഇല്ല. നമ്മൾ ഇവിടുന്ന് 1:2 ഇത്ര റിട്ടേൺ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രെയിൽ ചെയ്യാം, അല്ലെങ്കിൽ 1:3 അല്ലെങ്കിൽ 1:4 ആകുന്നതനുസരിച്ച് കുറേശ്ശെ ക്വാണ്ടിറ്റി വിൽക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ലൈൻ ഡ്രോ ചെയ്തു, ഇവിടെ ലൈൻ ഡ്രോ ചെയ്തു. നമുക്ക് ഇവിടെ ഏതാണ് ഈ ഒരു ക്യാൻഡിൽ ഇതിന് ബ്രേക്ക് ഔട്ട് തന്നു, അതിന് മുകളിലേക്ക് സക്സസ് ആയോ? ഇല്ല. ഇവിടെ വന്നു, ഇത് ചെറിയൊരു SL കൊടുത്തു, നമ്മൾ എക്സിറ്റ് ആയി. ഓക്കെ, ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ലൈൻ ഡ്രോ ചെയ്തു. ഇവിടെ ഈ ഒരു ക്യാൻഡില് ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് റിട്ടേൺ തന്നു. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഇവിടെ നമുക്ക് ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി അപ്രോക്സിമേറ്റ് എത്തിക്കാണും. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഇവിടെ SL കൃത്യമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 1:2 ഉറപ്പായിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പോയിന്റിൽ ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി വരും. ഇവിടെ നിന്ന് 1:2 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ആവും. ഇതുവരെ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഹിറ്റ് വന്നിട്ടില്ല, താഴോട്ടാണ് പോകുന്നേക്കുന്നത്. SLന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്, ഈ ക്യാൻഡലിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. SL ഒരു പക്ഷേ ഹിറ്റായി കാണും എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപക്ഷെ 50% വിന്നിംഗ് പ്രോബിലിറ്റി ഉണ്ടാവുള്ളൂ ട്രേഡിന്. പക്ഷേ മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ നമുക്ക് കിട്ടും. കണ്ടോണേ, ഈ ഒരു പോയിന്റിൽ നമുക്ക് കുഞ്ഞൊരു SLഉം അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ, അത് വളരെ കുഞ്ഞൊരു ഈ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. അതിനുശേഷം വളരെ വലിയൊരു, ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ടാർഗറ്റ് ക്ലോസ് ആവും. ബാക്കിയുള്ള ടാർഗറ്റ് നമുക്ക് വളരെ വലിയ ടാർഗറ്റുകൾ കിട്ടും. ഈ ഒരു ക്യാൻഡിൽ പുറത്തേട്ടിറങ്ങിയ ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് 1:2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇവിടെ തന്നെ 1:2 കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മുകളിലേക്ക് പോയി ഇവിടെ വരുമ്പോഴത്തേനും 1:4 കിട്ടും. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. 1:4, 6, 8 ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും ഈ ഒരു ക്യാൻഡിലാണ് അപ്രോക്സിമേറ്റ് പുറത്തേട്ട് ഇറങ്ങിയത്. അപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഒരുപക്ഷെ ഈ ഗ്രീനിന് താഴെയാണ് നമ്മൾ SL ഇട്ടെങ്കിൽ ഇവിടെ അടിപൊളി റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള സിനാരിയോസും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ SL ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യാതൊരു രീതിയിലും ഇത് ഹോൾഡ് ചെയ്യാതിരിക്കുക, നമ്മൾ വിട്ട് കളഞ്ഞേക്ക് അടുത്ത ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഒരുപക്ഷെ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. ഈ ഒരു ചെറിയ ക്യാൻഡിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ബാക്കി SL നമുക്ക് കൊടുക്കാം, നോ പ്രോബ്ലംസ്. വേണമെങ്കിൽ 1:2 വരുമ്പോഴത്തേനും ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി നമ്മൾ SL കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ടാണെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഒരു സ്റ്റോക്കിന്റെ ജസ്റ്റ് ഓപ്പൺ ആക്കി നമുക്ക് വേറെ സ്റ്റോക്കുകൾ നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. ചില സ്റ്റോക്കിൽ ഇതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നതനുസരിച്ച് കിട്ടും. അപ്പൊ ഞാനിവിടെ പവർ ഗ്രിഡ് ആണ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയത്. അപ്പൊ ഞാനിവിടെ കുറച്ച് SPയുടെ ഒക്കെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എൻട്രി എടുത്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിവിടെ കുറച്ച് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇവിടെ നിന്നിട്ടായിരിക്കും 2022. ഈ ഒരു പോയിന്റും കട്ട് ചെയ്യുന്നത് ഈ ഒരു
ഡെയിലി ക്യാൻഡിലാണ്. ഇവിടുന്ന് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ഈ ഒരു റേഞ്ച് ആണ്. നമുക്ക് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എൻട്രി എടുക്കുകയാണ്, അല്ലാതെ നമ്മളൊരു ബ്രേക്ക് ഔട്ടിലേക്ക് പോകുന്നില്ല. ഈ ഒരു റേഞ്ചിന് ഇവിടെ ഒന്ന് ബ്രേക്ക് ഔട്ടിലേക്ക് നിൽക്കുന്നില്ല, അതിനുശേഷം അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ആ റേഞ്ചിന് പുറത്തായിട്ട് ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് തന്നെ എൻട്രി എടുക്കുന്നു. ആ ഒരു ഡെയിലി ക്ലോസിംഗ് വരുന്ന സമയത്ത് എൻട്രി എടുക്കുന്നു. നമ്മൾ 1:2 ഹാഫ് ക്വാണ്ടിറ്റി, ബാക്കിയുള്ളത് 1:4 വേണമെങ്കിൽ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തരുന്നു. നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 1:2 ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ആയെന്ന് അറിയത്തില്ല. പിന്നെ നമുക്കിവിടെ ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ താഴെയാണ് SL ഇടുന്നതെങ്കിൽ, അതായത് എക്സാക്റ്റ് ആയിട്ട് ഇത്രയും ചെറിയ SL ഇടാതെ കുറച്ച് താഴെ SL ഇടാം. ആ ഒരു SL ഹിറ്റ് ആയിട്ടില്ല, വളരെ വലിയ ടാർഗറ്റിലേക്ക് പോയി. അപ്പൊ നമുക്ക് SBIയിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നു. മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ അടിപൊളി റിസൾട്ട് ഈ ഒരു കിട്ടും. കാരണം ഒരു വലിയൊരു ട്രെൻഡിന് ശേഷം ഒരു പുൾ ബാക്ക് വരും. പുൾ ബാക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ടാണ് അടുത്ത ട്രെൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ പല നല്ല റിസൾട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വീണ്ടും നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പം ഒരുപക്ഷെ എല്ലാവർക്കും ആ ട്രെൻഡ് ഈ ട്രേഡ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഡ്രോ ചെയ്യാം. ഈ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഡ്രോ ചെയ്യാം. ഒരുപക്ഷെ ഈ ഒരു ക്യാൻഡിലാണ് വരുന്നത്. SL ഇവിടെ കിറ്റാവും, നോ പ്രോബ്ലംസ്. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചേഞ്ച് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. ആ ഒരു എൻട്രി അടുത്ത സ്റ്റോക്കിലേക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. വളരെ ലെങ്ത് ഉള്ള ഒരു ട്രെൻഡാണ്. അപ്പൊ നമുക്ക് വളരെ ലെങ്ത് ഉള്ള ഒരു ടാർഗറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, റാലി. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, വളരെ വലിയ റാലി. അവിടെ ഒന്നും SL ഹിറ്റ് ആകുന്നില്ല. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, പക്ഷേ ഇവിടെ ടാർഗറ്റ് ഇവിടെ 1:2 ഒരുപക്ഷെ ഹിറ്റ് ആയിട്ടുണ്ടാകാം. 1:2 ഹിറ്റ് ആയിട്ടുണ്ടാകാം. പക്ഷെ അടുത്ത ദിവസം തന്നെ SLലും ഹിറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്ന ക്യാൻഡിലാണ്. SL ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന്റെയും SL ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് വളരെ വലിയൊരു ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള, ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനിയും ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡ്രോ ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് എൻട്രീസ് വരുന്ന സമയത്ത് മാത്രം ഇത് ഡ്രോ ചെയ്യാം. ഇത് കണ്ടു, ഈ 2 പോയിന്റ്സ് വന്നു, കൃത്യമായിട്ട് പുറത്തേട്ട് ഇറങ്ങുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് വേറെ ബാക്കിയുള്ള സ്റ്റോക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോയുടെ ഗെയിമാണ്. നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് റേഷ്യോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല പാറ്റേൺസ് നോക്കിയാണ് എൻട്രി എടുക്കുന്നത്. ഇവിടെ കണ്ടോ, 1 പാറ്റേൺ, 2 മുകളിലേക്ക് പോയി, 3 4ലാണ് പുറത്തിറങ്ങുന്നതിന് കുറച്ചും കൂടെ അത് അഗ്രസീവ് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പാറ്റേൺസ് കിട്ടുന്ന സമയത്ത്, കൃത്യമായിട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പാറ്റേൺസ് നമുക്ക് ഒരുപക്ഷെ കിട്ടാതിരിക്കും. അത് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ കാണിച്ചത്. ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉള്ള ഞാൻ കാണിക്കാതെ സിമ്പിൾ എല്ലായിടത്തും ഡ്രോ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചത്. കാരണം നമ്മൾ ലൈവ് മാർക്കറ്റിൽ എൻട്രി എടുക്കുമ്പോൾ എടുക്കാൻ പാടാണ് ആക്ച്വലി. ഇത് കണ്ടോ, ഇവിടെ ഈ പാറ്റേൺ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് തന്നു, നല്ല റാലി തന്നു. ഇവിടെ നമുക്ക് വീണ്ടും അത് ബ്രേക്ക് ഔട്ട് ആവുന്ന തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ റാലി തന്നോ? ഇല്ല. ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, റാലി തന്നിട്ടുണ്ട്. 1:2 ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടിപൊളി റാലി തന്നിട്ടുണ്ട്. ഇവിടെ റാലി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടം വരെയുള്ള മൂവ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും പ്രോഫിറ്റ് 1:2 ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് വരും. ബാക്കിയുള്ള SL ഹിറ്റ് ആയിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് ഇവിടെ വല്ല മൂവ്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവുന്നുണ്ട്, പക്ഷെ റേഞ്ചിന് പുറത്തേട്ട് ഇറങ്ങുന്നുള്ളൂ. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ ഒരു സ്റ്റോക്ക് എടുത്ത് നോക്കാം. ഇൻഫോസിസ് ഓപ്പൺ ആക്കി നോക്കാം. ഇൻഫോസിസിൽ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഫോസിസ് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൊണ്ട് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്രീമിയം പ്ലേലിസ്റ്റ് ആയിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചാർട്ട്സ് ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സ്വിംഗ് ട്രേഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, റാലി തന്നു, ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, റാലി കിട്ടിയിട്ടുണ്ട്. SL ഹിറ്റ് ആയിട്ടില്ല. കുറച്ചും കൂടെ സൂം ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു പക്ഷേ ഇവിടെ ഞാൻ 2 ലൈൻ എന്തുകൊണ്ടാണ് വരച്ചത്? ഈ ഒരു ലൈൻ ആദ്യമേ നമുക്ക് ഈ 2 പോയിന്റ് കണക്ട് ചെയ്ത് ഇവിടെ എൻട്രി എടുത്തു, പക്ഷേ ഇവിടെ SL ഹിറ്റാക്കി കളഞ്ഞു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പാറ്റേണിന്റെ പുറമെ ഈ ഒരു പാറ്റേൺ വന്നു, അവിടെ ബ്രേക്ക് ഔട്ട് തന്നു. വേണമെങ്കിൽ അതും കൺസിഡർ ചെയ്യാം. അത് ബ്രേക്ക് ഔട്ട് തന്നു, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ കൃത്യമായിട്ട് അടിപൊളി ഒരു പ്രോഫിറ്റ് ആണ് പോകുന്നത്.
ഇവിടെ നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് ഒരു സ്ക്വയർ ആണ് വന്നേക്കുന്നത്. ആ സ്ക്വയർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല പൊതുവെ. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ സ്ക്വയറും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനിവിടെ ചെറിയ രീതിയിൽ സ്ക്വയർ കൺഫ്യൂഷൻ ആകണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ സ്ക്വയർ കൺസിഡർ ചെയ്യാത്തത്. ഇത് കണ്ടോ, ചെറിയൊരു സ്ക്വയർ ആയിരുന്നു. ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് വരുന്നത്. അത് ബ്രേക്ക് ഔട്ട് തന്നു, അത് മുകളിലേക്ക് പോയി. ഞാൻ കൂടുതലായിട്ട് സ്ക്വയറുകൾ എടുക്കുന്നില്ല അതിൻ്റെ അകത്ത്. ഇത് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തെങ്കിൽ നമുക്ക് കൊള്ളാം, നല്ല റിട്ടേൺ കിട്ടിയാണ്, അടിപൊളി റിട്ടേൺ കിട്ടിയാണ്, സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റുകൾ കിട്ടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തേക്കാം. ഇവിടെ SL ഹിറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തേക്കാം, നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും കാണുന്നതും ആൾക്കാർ ഇതിനെ ഈ ഒരു ചാർട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിന് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഒരുപക്ഷെ ഈ ട്രെൻഡ് ലൈന് പകരം ഒരു ചിലപ്പെങ്കിലും മറ്റ് 2 പോയിന്റ്സ് ആയിരിക്കും മറ്റൊരാൾ ഡ്രോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ 2-3 പോയിന്റുകൾ തമ്മിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തമ്മിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തമ്മിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടിയേക്കാം, കിട്ടാതിരിക്കാം. എന്താണേലും വീണ്ടും ഈ 2 പോയിന്റുകൾ തമ്മിൽ 2-3 പോയിന്റുകൾ 4 പോയിന്റുകൾ തമ്മിലാണ് കണക്ട് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ നല്ല റിസൾട്ട്. ഇത് കണ്ടോ, കുഞ്ഞൊരു ക്യാൻഡിലിൽ ഇത്രയും വലിയൊരു റിസൾട്ട്. അപ്പം ആക്യുറേറ്റ് എൻട്രി നമുക്ക് കിട്ടണമെന്നില്ല. ഇത് കണ്ടോ, ഈ ഒരു പോയിന്റുകൾ, ഈ പോയിന്റ് ഈക്വൽ പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. ഇതും ഈക്വൽ പോയിന്റ്സ് ആണ്, അതാണ് എടുക്കാത്തത്. ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റിൽ നിന്ന് വിലക്കുറവിലേക്ക് വന്നു, ആ വിലക്കുറവിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങുന്ന റീജിയൻ, അവിടെ എൻട്രി എടുത്ത റീജിയൻ കിട്ടിയാനെ. ഇവിടെയാണ് നമ്മൾ എൻട്രി വന്നത്, 1:2 കിട്ടിയാനെ. പിന്നെ താഴോട്ട് വന്ന് SL ഹിറ്റ് ആക്കിയാനെ, താഴോട്ട് പോന്നു. ഉണ്ടോ, ആ ഒരു വലിയ പാറ്റേൺ ഇവിടെയും അത് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതിന്റെ SL ഹിറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു, റാലി തന്നു. നമുക്ക് സിമ്പിൾ മെത്തേഡാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഡെയിലി ചാർട്ട് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എടുത്തു, അതിനുശേഷം ടാർഗറ്റ് കിട്ടിയോ? ഇല്ല, ചിലപ്പോൾ SL ഹിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത എൻട്രി എടുത്തു, അതിന് SL ഹിറ്റ് ആയിട്ടുണ്ട്. SL ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എൻട്രി വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ മെത്തേഡാണ്, സിം ട്രേഡിംഗ് മെത്തേഡാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജോ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ വോളിയോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കാം. അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്ക് പറഞ്ഞു തന്നുള്ളൂ. ഒരു മാർക്കറ്റ് താഴോട്ട് വരുന്നു, അതൊരു ട്രെൻഡ് ലൈനെ വീണ്ടും ഇടിച്ച് താഴോട്ട് വീണ്ടും അതിനെ കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. വിലക്കുറവിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴാണോ അതിനെ ബ്രേക്ക് ഔട്ട് തരുന്നത് ആ സമയത്ത് നമ്മൾ സിമ്പിൾ എൻട്രി എടുക്കുന്നു, നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ ഇട്ട് പ്ലേ ചെയ്യുന്നു. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെയും അപ്സ്റ്റോക്സിൻ്റെയും ഒക്കെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ്, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതൊരു പക്ഷേ 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് SL ഹിറ്റ് ആകാം. വേണമെങ്കിൽ ടാർഗറ്റിലേക്കാണെങ്കിലും പെട്ടെന്ന് ടാർഗറ്റിലേക്ക് വരും. പുതിയ എൻട്രീസ് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം. ബട്ട് ഡെയിലിയിലാണ് വരുന്നത്, ഒരിക്കലും ഇൻട്രാഡേ ട്രേഡിങ്ങും അല്ല. ഓക്കെ, താങ്ക് യു.